ഇത് സൂചി കൊണ്ടാണ് ഇത് കെട്ടുന്നത്. സൂചിയില്ലാണ്ട് നമുക്കിത് നെയ്തെടുക്കാനാവില്ല. കുറച്ച് തണുപ്പൊക്കെ വേണം. കിട്ടാനും ബുദ്ധിമുട്ടാണ്. നമ്മൾ പുല്ല് കൊണ്ടുവന്നിട്ട് ഒരുപാട് കഷ്ടപ്പാടുണ്ട്. പുല്ലുള്ള അടുത്ത് നമ്മൾ പോയി കൊണ്ടുവരുന്ന മാത്രമല്ല, ഇതിങ്ങനെ തല തിരിച്ചെടുക്കണമെങ്കിൽ അത് മെനക്കെടുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് നമ്മളെല്ലാവരും എടുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് കഷ്ടപ്പാടാണ്. അതിൽ നിന്ന് നമുക്ക് നമ്മുടെ അധ്വാന വില നമുക്ക് കിട്ടുന്നില്ല ഈ വില പറയുമ്പോൾ. ഇപ്പം ഈ ജനങ്ങൾ തന്നെ പറഞ്ഞു, ഈ പുല്ലിനാണോ ഇത്ര വില എന്ന്. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വേറെ ഒരു വരുമാനം നമുക്ക് ഇതും കൊണ്ട് ഇന്ന് വരെ നമുക്ക് ഇതും കൊണ്ട് ജീവിക്കാനാവില്ല. അപ്പോൾ ഇനിയെങ്കിലും നമുക്ക് ഇതിനും കൊണ്ട് ഒരു വരുമാനം ഉണ്ടാവാനും ഒരു തൊഴിലായിട്ട് നമുക്ക് ജീവിച്ച് പോകാനും നമ്മൾ ഈ പ്രായം അനുസരിച്ച് നമുക്ക് ഈ സ്കൂളിൽ കുട്ടികളാണെങ്കിലും പഠിപ്പിച്ച് കൊടുക്കാനും ഉള്ളത് സംവിധാനം കിട്ടിയാലും കൊള്ളായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ പേരിൽ പിന്നെ സ്കൂളിൽ ഹെഡ് മാസ്റ്റർ സാറൊക്കെ വന്ന് എന്നെ ക്ഷണിച്ചതിൻ്റെ പ്രത്യേക ഒരു നന്ദിയുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ആവശ്യപ്പെടുന്നത് ഇങ്ങനെ കുട്ടികൾക്ക് പഠിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ പാരമ്പര്യമായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ച് വെച്ച ഒരു കലവാണിത്. അപ്പോൾ അത് ഞാൻ മറന്നിട്ടില്ല. എൻ്റെ അച്ഛനും അമ്മയും ഓർമ്മയില്ലെങ്കിലും ഞാൻ പഠിച്ച ഓർമ്മ വെച്ച കാലം മുതലേ കൊണ്ട് എൻ്റെ മനസ്സിൽ സൂക്ഷിച്ച് വെച്ച ഒരു തൊഴിലാണ്. ഇതിപ്പോൾ രംഗത്തിൽ ഇറങ്ങിയപ്പോൾ എല്ലാ ജനങ്ങളും കണ്ടറിയാൻ തുടങ്ങിയ ശേഷം നമുക്ക് നല്ല ധൈര്യമുണ്ട്. ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന്. ഇനി വലിയ അധ്വാനത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല, എന്നാലും നമുക്ക് പറ്റുന്ന ഒരു രീതിയിൽ, ചെറിയൊരു രീതിയിൽ ഇപ്പോൾ സ്കൂളിൽ കുട്ടികളായിട്ടും ടീച്ചർമാരും അധ്യാപകരായിട്ടും നല്ല സ്നേഹത്തോടെ നമ്മളിങ്ങനെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ചെറിയ നമ്മൾ കുട്ടികളായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു തൊഴിൽ നമുക്ക് കിട്ടിയാൽ കൊള്ളായിരുന്നു. പക്ഷേ എൻ്റെ കഥ ഇങ്ങനെ മാനിപ്പുല്ലിൻ്റെ അഭിമാനം കാത്ത മാനിപ്പുല്ലിൻ്റെ എന്ന് പറഞ്ഞ് യൂട്യൂബിലും ചാനലിലൊക്കെ വന്നു പോയപ്പോൾ നമുക്കതിനൊരു ആശ്വാസം ഉണ്ടായി. പക്ഷെ ഉണ്ടായിട്ടൊരു കാര്യമില്ല, ഇതുവരെ നമുക്ക് അതിനൊരു സാധനം എത്തിക്കിട്ടില്ല. പോകുന്നിടത്തൊക്കെ നമ്മളിങ്ങനെ ന്യൂസിലും പത്രത്തിലും റേഡിയോയിലും വാർത്തയിലും എല്ലാം വരുന്നുണ്ട് നമ്മൾ സാധനത്തെ കുറിച്ച്. പക്ഷെ വീടാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാം. ഇതൊക്കെ നമ്മൾ ഈ ഒരു കളർ അടിക്കുകയാണെങ്കിൽ പിന്നെ പൈസ കൊടുത്ത് മേടിക്കണം. ഈ 3-4 സൈസ് കളറിന് അതിങ്ങനെ വെറും പാളം കൊണ്ട് ഉണ്ടാക്കിയാൽ പോരാ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി ഒരു നല്ല വീട്, ഒരു തോരാത്ത സ്ഥലം ഉണ്ടെങ്കിൽ നമുക്കത് ഇത് ഉണ്ടാക്കി ഇതിങ്ങനെ കുത്തി വെച്ചാൽ നല്ലോണം ഇരിക്കും. പക്ഷെ നമുക്ക് ഈ മഴവെള്ളം വാനത്തുനിന്ന് വെള്ളം വീഴുന്ന വെള്ളം മൊത്തം നമ്മൾ വീട്ടിൻ്റെ അകത്തേക്കാണ് വീഴുന്നത്. നമ്മൾ ഇതുപോലെ ഒരു താർപ്പായിൻ്റെ ചീറ്റ് സാധാരണ തുണി പോസ്റ്റ് കിടക്കുന്നിടത്ത് ഞങ്ങൾ താർപ്പായിൻ്റെ ചീറ്റ് പോസ്റ്റ് മൂടിയിട്ടാണ് വീടിൻ്റെ ഉള്ളിൽ നമ്മൾ കിടന്നുറങ്ങുന്നത്. അത്രയും നമുക്ക് കഷ്ടപ്പാടുണ്ട്. ഒരു ഇരിക്കാനൊരു ഇരിപ്പിടം കൂടി നമുക്കില്ലാണ്ട്. പക്ഷേ ഈ തൊഴിൽ മാത്രമല്ല, ഇത്രയും നമ്മൾ ചെയ്ത് സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ നനയാതെ ഇരുന്നെങ്കിലും നമ്മൾ സാധനങ്ങൾ നനയാതിരിക്കുള്ളൂ. എനിക്ക് കൂടുതൽ പറയാൻ പിന്നെ കൂടുതൽ വിദ്യാഭ്യാസം ഒന്നുമില്ലെങ്കിലും ഞാൻ പഠിച്ച തൊഴിലിന് എനിക്കെന്തെങ്കിലും ഒരു ജീവിത മാർഗം എനിക്ക് എത്തിച്ച് തന്നാൽ കൊള്ളായിരുന്നു. പിന്നെ വീട് നല്ല വീട് കിട്ടണം, വീടില്ല. അപ്പോൾ ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാനുള്ളത് മഴവെള്ളം തോരാതെ. പിന്നെ കൂടുതൽ എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് എന്നെ ജന്മം നൽകിയ അമ്മേനെ ഞാൻ കണ്ടിട്ടില്ല. അതിനെയും കാട്ടി കൂടുതൽ എനിക്കിപ്പോൾ പ്രധാനം നമ്മളെ സമൂഹത്തിൽ ജനങ്ങളാണ്. ഇപ്പം ഞാൻ എവിടെയെങ്കിലും എത്തിപ്പെടുന്നുണ്ട്. പക്ഷെ എത്തിപ്പെടുന്ന മാത്രമേ ഉള്ളൂ എനിക്കൊരു ഉപകാരമായിട്ട് എനിക്ക് കിട്ടലില്ല. ഇപ്പോൾ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഏപ്രിലിൽ ഞാൻ ഈ മെഡിക്കൽ കോളേജിൽ സുഖമില്ലാത്തതിന് വന്നതിൽ എന്നെ വിളിച്ച് ഇന്ന് മന്ദിരിൻ്റെ സഹായം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? വയനാട്ടിലത്തെ ചെല്ലിയമ്മയാണോ നമ്പർ? ചെല്ലിയമ്മ തന്നെയാണോ? ശരിയാണ്, ചെല്ലിയമ്മ. അപ്പം ഞാൻ ചോദിച്ചു ഇതെങ്ങനെ നമ്പർ കിട്ടിയത്? നൂഷിക്ക് വഴി കിട്ടിയത്. അപ്പം ആ നൂഷിക്ക് വഴി നിന്ന് കിട്ടിയതാണെങ്കിൽ എവിടെ നിന്നായാലും ഞങ്ങൾക്ക് ഒരു എന്ത് പറയാം, പിന്നെ ഇത് നമ്മൾ ചെയ്യുന്ന തൊഴിൽ പറ്റി നമുക്ക് ജീവിക്കാനുള്ള ചെറിയൊരു ജീവിത മാർഗം, പിന്നെ ഇരിക്കാനൊരു ഇരിപ്പിടം.